നമ്മുടെ അടുത്ത സെക്ഷൻ, അതായത് ആദ്യത്തെ നമ്മൾ എപ്സിലോൺ പ്രൊഡക്ഷൻ സിംപ്ലിഫൈ ചെയ്യാനുള്ള എപ്സിലോൺ പ്രൊഡക്ഷൻ്റെ ചെയ്തു. ദെൻ യൂസ്ലെസ് പ്രൊഡക്ഷൻസ് ഓർ സിമ്പിൾസ് റിമൂവ് ചെയ്യുന്നത് ചെയ്തു. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് യൂണിറ്റ് പ്രൊഡക്ഷൻ എലിമിനേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ യൂണിറ്റ് പ്രൊഡക്ഷൻ്റെ എലിമിനേഷനാണ് പറയുന്നത്. യൂണിറ്റ് പ്രൊഡക്ഷൻ എലിമിനേഷൻ. യൂണിറ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നോൺ ടെർമിനൽ നിന്ന് വേറൊരു നോൺ ടെർമിനലിലേക്ക് വരുന്ന പ്രൊഡക്ഷനെയാണ് നമ്മൾ യൂണിറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു നോൺ ടെർമിനൽ അത് വേറൊരു നോൺ ടെർമിനലിലേക്കുള്ള പ്രൊഡക്ഷൻ. അതായത് ആ ആരോയുടെ ലെഫ്റ്റിലും റൈറ്റിലും എന്തായിരിക്കും, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും. നോൺ ടെർമിനൽസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ്റെ ലെഫ്റ്റും റൈറ്റും ഓരോ സിംഗിൾ നോൺ ടെർമിനൽസ് മാത്രം വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണിറ്റ് പ്രൊഡക്ഷൻ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ A tends to B. ഇതിൽ എ എന്ന് പറയുന്നത് നോൺ ടെർമിനലാണ്, ബി എന്ന് പറയുന്നത് നോൺ ടെർമിനൽ. ഇതൊരു യൂണിറ്റ് പ്രൊഡക്ഷനാണ്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ്റെ ലെഫ്റ്റും റൈറ്റും ഓരോ നോൺ ടെർമിനൽസും മാത്രം വരിക. അങ്ങനെ വരുന്ന പ്രൊഡക്ഷൻസിനെയാണ് നമ്മൾ യൂണിറ്റ് പ്രൊഡക്ഷൻസ്. അങ്ങനെ വരുന്ന പ്രൊഡക്ഷൻസിനെ നമ്മൾ റിമൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്യാൻ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഇതിനകത്ത് വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എക്സ് ടെൻസ് ടു വൈ ഇതൊരു യൂണിറ്റ് പ്രൊഡക്ഷനാണ്. ഈ ഒരു പ്രൊഡക്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനകത്ത് എക്സ് എന്ന് പറയുന്നതിന് ഒരു ടെർമിനൽ പ്രൊഡക്ഷൻ എ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ വൈ ടെൻസ് ടു എ, ആ ഗ്രാമറിനകത്ത് എവിടെയൊക്കെ നമ്മൾ വൈ ടെൻസ് ടു എ എന്ന് കാണുന്നു അവിടെയെല്ലാം എക്സ് ടെൻസ് ടു എ എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യുക. അതായത് യൂണിറ്റ് പ്രൊഡക്ഷൻ എക്സ് ടെൻസ് ടു വൈ. അപ്പോൾ എക്സിന് എന്തെങ്കിലും വൈക്ക് എന്തെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുക. ചിലപ്പോൾ വൈക്ക് നമ്മൾ ഈ പ്രൊഡക്ഷൻ്റെ ലാസ്റ്റിൽ വൈ ടെൻസ് ടു എ എന്നുണ്ട്, നമ്മൾ കറസ്പോണ്ടിങ് ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ എക്സ് ടെൻസ് ടു വൈ ആയിരുന്നു, നമുക്കിത് റിമൂവ് ചെയ്യണം. ഇപ്പോൾ രണ്ട് പ്രൊഡക്ഷൻസ് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ വൈ ഈസ് ഈക്വൽ ടു എ എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ വൈ ഇനി കാണുന്നിടത്ത് എന്ത് ചെയ്യും, അതിനെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എക്സ് ടെൻസ് ടു എ എന്നായിരിക്കും റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്ന നോൺ ടെർമിനൽസിന് എന്തെങ്കിലും ഒരു ടെർമിനൽ വാല്യൂ കിട്ടുവാണെങ്കിൽ ആ വാല്യൂ വെച്ചിട്ടായിരിക്കും ഇത് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എക്സ് ടെൻസ് ടു വൈ എന്ന് പറയുന്ന യൂണിറ്റ് പ്രൊഡക്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ വൈ എന്ന് പറയുന്നതിന് എവിടെയെങ്കിലും ഒരു ടെർമിനൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ആ ടെർമിനൽ വെച്ച് എന്ത് ചെയ്യുക, ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ ആഡ് ചെയ്യുക. അപ്പോൾ എക്സ് ടെൻസ് ടു എ എന്ന് പറയുന്ന രീതിയിൽ നമ്മളതിനെ റീപ്ലേസ് ചെയ്ത് എഴുതുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ് ടെൻസ് ടു വൈ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്ഷൻ നമുക്ക് ഏത് യൂണിറ്റ് പ്രൊഡക്ഷനാണോ റിമൂവ് ചെയ്യേണ്ടത് അത് റിമൂവ് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 1ഉം 2ഉം സ്റ്റെപ്പും നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ, യൂണിറ്റ് പ്രൊഡക്ഷൻസ് അതിനകത്ത് വരുന്ന എല്ലാ യൂണിറ്റ് പ്രൊഡക്ഷൻസ് നമുക്ക് എപ്പോൾ റിമൂവ് ചെയ്യുന്നു അതുവരെയും നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ടെൻസ് ടു വൈ എന്ന് പറയുന്ന യൂണിറ്റ് പ്രൊഡക്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ വൈക്ക് എപ്പോഴെങ്കിലും നമുക്ക് എ അല്ലെങ്കിൽ ബി ഇങ്ങനെ ഒരു കറസ്പോണ്ടിങ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഡക്ഷൻ ഇവിടെ വച്ച് എക്സ് ടെൻസ് ടു എ ബി എന്നാക്കി മാറ്റും. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ഇത് മൊത്തത്തിൽ അങ്ങ് റിമൂവ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ ഇസഡ് ടെൻസ് ടു ഡബ്ല്യു എന്ന് പറയുന്നൊരു പ്രൊഡക്ഷൻ ഉണ്ടാവാം. അവിടെയും ഡബ്ല്യുവിന് എന്തെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ ഇസഡ് വെച്ചത് റീപ്ലേസ് ചെയ്തിട്ട് ഇതും എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അങ്ങനെ എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻസ് ഉണ്ടോ അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ 3 സ്റ്റെപ്പിലായിട്ടായിരിക്കും നമ്മൾ യൂണിറ്റ് പ്രൊഡക്ഷൻസ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് പ്രൊഡക്ഷൻസ് റിമൂവ് ചെയ്യുന്ന അടുത്ത കേസ് നമ്മൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ എക്സാമ്പിൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എസ് ടെൻസ് ടു എ ബി, അത് ആദ്യത്തെ പ്രൊഡക്ഷൻ. ദെൻ എ ടെൻസ് ടു എ, ബി ടെൻസ് ടു സി ബാർ ബി,
then C tends to D, D tends to E, E tends to A. ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് വിചാരിക്കുക. S tends to AB, A tends to A, B tends to C bar B, C tends to D, D tends to E, E tends to A. അപ്പോൾ ഇതിനകത്ത് ഉള്ളതിനെയെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ആദ്യം ഓർ പോർഷൻസ് മാറ്റിയിട്ട് അതിനെയെല്ലാം എന്ത് ചെയ്യുക, സിംഗിളാക്കി മാറ്റുക. അപ്പോൾ അതിനെ S tends to AB, then A tends to small a, B tends to C ഉണ്ട്, B tends to B ഉണ്ട്, then C tends to D, D tends to E, E tends to A. ഓക്കെ, ഇനി ഇതിനകത്ത് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് വരുന്ന യൂണിറ്റ് പ്രൊഡക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. യൂണിറ്റ് പ്രൊഡക്ഷൻസ്, ഇപ്പോൾ യൂണിറ്റ് പ്രൊഡക്ഷൻസ് നോക്കിയാൽ ഇതൊരു യൂണിറ്റ് പ്രൊഡക്ഷനാണ്, B tends to C. അതുപോലെ C tends to D ഒരു യൂണിറ്റ് പ്രൊഡക്ഷനാണ്, D tends to E ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന അതിനകത്ത് വരുന്ന യൂണിറ്റ് പ്രൊഡക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. B to C, C to D, D to E എന്ന് പറയുന്ന പ്രൊഡക്ഷൻസ്. B to C, C to D, D to E. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. A tends to B ആണ്, B tends to C ആണ് എങ്കിൽ നമുക്ക് ഈ നേരിട്ട് എന്ത് ചെയ്യാം, A tends to C എന്ന് എഴുതാം അല്ലേ. അപ്പോൾ A tends to B, B tends to C ആണെങ്കിൽ A tends to C എന്ന് എഴുതാമെങ്കിൽ B tends to C, C tends to D, D tends to E നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഓരോന്നോരോ നമുക്ക് ചെയ്ത് B tends to C, C tends to E, കാരണം എന്താണ്, D tends to E ആണ്. സോ അതിനെ നമ്മൾ C എന്ന് പറയുന്ന Eക്ക് തുല്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ അടുത്ത ഇതിൽ ചെയ്യുമ്പോൾ B tends to E എന്നായി. ഇനി നമുക്കറിയാം E tends to, ഇതാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടുന്നത്. E tends to എന്തെന്ന് തന്നിട്ടുണ്ട്, A എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് X tends to Y റിമൂവ് ചെയ്യണം. Y tends to A എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിനെന്താക്കും, X tends to A ആക്കും. ഇതാ നോക്കുക, അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നത് B tends to E, E tends to A എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്യും, B tends to A എന്നാക്കും അല്ലേ, B tends to A എന്നാക്കും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, B tends to E എന്ന് പറയുന്നത് റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോന്നും അതുപോലെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. ആദ്യം ഡിയുടെ പൊസിഷനിൽ ഇയെ കൊണ്ടുവെക്കും, പിന്നെ സിയുടെ പൊസിഷനിൽ ഇയെ കൊണ്ടുവെക്കും. എന്നിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ 3 സ്റ്റെപ്പ് അനുസരിച്ച് B tends to A ആയി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ഡിലീറ്റ് ദിസ്, B tends to E. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇനി ഉണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് റിമൂവ് ചെയ്യാനില്ല. അപ്പോൾ നമ്മളതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നത് S tends to AB, A tends to A, B tends to A bar B. Okay, B tends to A bar B. നമുക്ക് B tends to Cക്ക് പകരമാണ് നമ്മൾ എന്ത് എഴുതിയത്, B tends to E എഴുതിയത്. B tends to Eക്ക് പകരമാണ് നമ്മൾ എന്ത് എഴുതിയത്, B tends to A അല്ലേ. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് യൂണിറ്റ് പ്രൊഡക്ഷൻ B tends to C ആയിരുന്നു. ഈ B tends to Cക്ക് പകരമാണ് നമ്മൾ B tends to E എഴുതിയത്. B tends to Eക്ക് പകരമാണ് നമ്മൾ B tends to A എഴുതി. അപ്പോൾ സിയുടെ സ്ഥാനത്ത് എന്ത് വരും, സിയുടെ സ്ഥാനത്ത് A വരും. B നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. സോ S tends to AB, A tends to A, B tends to A or B. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് യൂണിറ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻസ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് S tends to A bar B B, A tends to B bar B, B
ബി ടെൻസ് ടു എസ് ബാർ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ. എസ് ടെൻസ് ടു എ ബാർ ബി ബി, എ ടെൻസ് ടു ബി ബാർ ബി, ബി ടെൻസ് ടു എസ് ബാർ എ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടുന്നത് ഈ പ്രൊഡക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നോരോന്നാക്കി മാറ്റുക. എസ് ടെൻസ് ടു എ, എസ് ടെൻസ് ടു ബി ബി, then a tends to b, a tends to small b, then b tends to s, b tends to a. ഓക്കെ, ഇതാണ് നമ്മളതിനെ എഴുതിയിരുന്നതിനെല്ലാം സിംപ്ലിഫൈ ചെയ്ത് എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ. സിംപ്ലിഫൈ ചെയ്തിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന യൂണിറ്റ് പ്രൊഡക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് മാർക്ക് ചെയ്യണം. ഏതൊക്കെയാണ് നമുക്ക് വരുന്ന യൂണിറ്റ് പ്രൊഡക്ഷൻ? എസ് ടെൻസ് ടു എ, എ ടെൻസ് ടു ബി, ബി ടെൻസ് ടു എസ്, എസ് ടെൻസ് ടു എ, എ ടെൻസ് ടു ബി, ബി ടെൻസ് ടു എസ്. നമുക്ക് വരുന്ന 3 പ്രൊഡക്ഷൻസ്. ആ 3 പ്രൊഡക്ഷൻസിൻ്റെ ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിരുന്നതുകൊണ്ട് നമുക്കതിൽ വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. അപ്പോൾ ഇനിയുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞിരിക്കുന്ന യൂണിറ്റ് പ്രൊഡക്ഷൻസ് അല്ലാത്തവയെല്ലാം അതുപോലെ എഴുതുക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എസ് ടെൻസ് ടു ബി ബി അതുപോലെ എഴുതുക, എ ടെൻസ് ടു ബി എന്ന് പറയുന്നത് അതുപോലെ എഴുതുക, ബി ടെൻസ് ടു എ എന്ന് പറയുന്നത് അതുപോലെ എഴുതുക. അപ്പോൾ നമ്മളത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എസ് ടെൻസ് ടു ബി ബി, അടുത്തത് എ ടെൻസ് ടു ബി, എസ് ടെൻസ് ടു ബി ബി, എ ടെൻസ് ടു ബി, ബി ടെൻസ് ടു എ. ഓക്കെ, ഈ പ്രൊഡക്ഷൻസ് നമ്മളതുപോലെ എഴുതും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എസ് ടെൻസ് ടു എ ആണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് പ്രൊഡക്ഷൻ. എസ് ടെൻസ് ടു എ, എസ് ടെൻസ് ടു എ എടുത്തു കഴിഞ്ഞാൽ എക്ക് ഏതൊക്കെ വാല്യൂസ് ഉണ്ട്? 2 വാല്യൂസ് വരുന്നുണ്ട്, ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും. അപ്പോൾ ആദ്യം എക്ക് നമ്മൾ സ്മോൾ ബി, അതായത് ടെർമിനൽ വരുന്നത് എഴുതി. എസ് ടെൻസ് ടു ബി ആണ് നമുക്ക് വരുന്ന ടെർമിനൽ. സോ ബി എഴുതി, എസ് ടെൻസ് ടു ബി. ദെൻ വീണ്ടും നമുക്ക് എസ് ടെൻസ് ടു എ, കാരണം അവിടെ വേറൊരു പ്രൊഡക്ഷനും കൂടെ വരുന്നുണ്ട്. എന്താണ്? എക്ക് അടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഏതാ? ക്യാപിറ്റൽ ബി, അതായത് എസ് ടെൻസ് ടു ക്യാപിറ്റൽ ബി. എസ് ടെൻസ് ടു ക്യാപിറ്റൽ ബി വരുമ്പോൾ ബിക്ക് നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻസിനകത്ത് 2 കാര്യങ്ങൾ വരും. ബിക്ക് 2 വാല്യൂസ്. ഏതൊക്കെയാണ് ബിക്ക് വരുന്ന 2 വാല്യൂസ്? ക്യാപിറ്റൽ എസ്സും സ്മോൾ എയും. അപ്പോൾ ആദ്യം നമ്മൾ ടെർമിനൽ പോർഷൻ എഴുതി, എസ് ടെൻസ് ടു സ്മോൾ എ. ഓക്കെ, ആ എസ് ടെൻസ് ടു എ പ്രൊഡക്ഷനിൽ തന്നെ നിൽക്കുമ്പോഴാണ് നമുക്ക് എസ് ടെൻസ് ടു ബിയിലേക്ക് വരുന്നത്. കാരണം എന്താണ്? ആദ്യം എസ് ടെൻസ് ടു എയിൽ എന്തുണ്ട്? ബി, ബിയിൽ എന്തുണ്ട്? നമുക്ക് ആദ്യം നമ്മൾ കറസ്പോണ്ടിങ് എ എടുത്തു. അടുത്തത് ബിയിൽ എന്തുണ്ട്? എസ് ടെൻസ് ടു എസ് അല്ലേ. ഫസ്റ്റിലെന്ന് പറയുന്നത് നമ്മൾ എസ് ടെൻസ് ടു ബി എടുത്തു കഴിഞ്ഞാൽ എസ് ടെൻസ് ടു എ, ആ എക്കകത്ത് എസ് ടെൻസ് ടു ബി, അത് കഴിഞ്ഞ് എസ് ടെൻസ് ടു എ, ദെൻ എസ് ടെൻസ് ടു ബിക്കകത്ത് തന്നെ എസ് ടെൻസ് ടു എസ്. അത് നമുക്ക് ആവശ്യം ഇല്ല, കാരണം എസ് ടെൻസ് ടു എസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻസിനകത്ത് നമുക്ക് നോക്കേണ്ട കാര്യം നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞ കാര്യമാണത്. ദെൻ നെക്സ്റ്റ്, അപ്പോൾ എസ് ടെൻസ് ടു എയുടെ എല്ലാ കാര്യങ്ങളും ആയി. കാരണം എസിൽ നിന്ന് എയിലേക്ക്, എക്ക് 2 വാല്യൂസ് വരും, ബിയും ക്യാപിറ്റൽ ബിയും. ആ ക്യാപിറ്റൽ ബിയിൽ തന്നെ 2 കാര്യങ്ങൾ വരുന്നുണ്ട്, സ്മോൾ എയും ക്യാപിറ്റൽ എസ്. അപ്പോൾ അതിൻ്റെ 2 കാര്യങ്ങൾ എടുത്തു. ഒരു ബി പ്രൊഡക്ഷനും വന്നു, ഒരു എ പ്രൊഡക്ഷനും വന്നു. ഓൾറെഡി നമ്മൾ അതിനകത്ത് ഏതേ എഴുതിയിട്ടുള്ളൂ? എസിന് ബി ബി എന്ന് പറയുന്ന പ്രൊഡക്ഷനെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ എന്തും കൂടി എഴുതി ചേർക്കണം, ബാർ എ ബാർ ബി. ഓക്കെ,
ആദ്യം നമ്മൾ എസ്സിന് ബി ബി എടുത്തത് നമ്മുടെ യൂണിറ്റ് പ്രൊഡക്ഷൻസ് അല്ലാത്തതെല്ലാം കൂടി നമ്മൾ എഴുതി. എന്നിട്ട് ഓരോ പ്രൊഡക്ഷനായിട്ട് നോക്കുകയാണ്. എസ് ടെൻസ് ടു എ. എസ് ടെൻസ് ടു എ എടുക്കുമ്പോൾ എക്ക് ബി എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. സ്മോൾ ബി ആകുമ്പോൾ ടെർമിനലാണ്, അത് ഓൾറെഡി ഒരെണ്ണം ആയി. ഇനി എസ് ടെൻസ് ടു എയിൽ നിൽക്കുമ്പോൾ തന്നെ എസ് ടെൻസ് ടു ബിക്കകത്ത് രണ്ട് വാല്യൂസ് എസ് ടെൻസ് ടു എയും എസ് ടെൻസ് ടു എസ്സും. അപ്പോൾ എസ് ടെൻസ് ടു എസ് നമുക്ക് വേണ്ട, നമ്മൾ ഓൾറെഡി എടുത്തതാണ്. എസ് ടെൻസ് ടു എ എടുക്കാം. അപ്പോൾ എ എന്ന് പറയുന്നൊരു ടെർമിനലും ഉണ്ട്, ബി എന്ന് പറയുന്നൊരു ടെർമിനലും ഉണ്ട്. ആ ടെർമിനൽസ് എവിടേക്ക് എഴുതുക? ഇവിടേക്ക് ബാക്കി റിമൈനിങ് എഴുതുക. ഓക്കെ, അപ്പോൾ അത് ആ രീതിക്ക് പോയി. ദെൻ നെക്സ്റ്റ് നമ്മളപ്പോൾ എസ് ടെൻസ് ടു എ കഴിഞ്ഞു. അടുത്ത യൂണിറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എ ടെൻസ് ടു ബി ആണ് നമ്മുടെ യൂണിറ്റ് പ്രൊഡക്ഷൻ. ബി എടുത്തു കഴിഞ്ഞാൽ ബിക്ക് രണ്ട് വാല്യൂസാണ്. അതിലാദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് എ ആണ് അല്ലേ. അടുത്തത് എ ടെൻസ് ടു ബി ആകുമ്പോൾ തന്നെ ബിയുടെ അടുത്ത പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എ ടെൻസ് ടു എസ്. ബിയുടെ അടുത്ത പ്രൊഡക്ഷൻ എസ്. എസ് ആയിരിക്കുമ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് വരുന്നുണ്ട്. ഒന്ന് ബി ബി എന്ന് പറയുന്ന വാല്യൂ വരുന്നുണ്ട്. അതുപോലെ എ ടെൻസ് ടു എസ് ആകുമ്പോൾ നമുക്ക് എ ടെൻസ് ടു എ. കാരണം എന്താണ്, എസ്സിൽ തന്നെ എന്ത് പ്രൊഡക്ഷനുണ്ട്? എ എന്ന് പറയുന്ന പ്രൊഡക്ഷനുണ്ട്. സോ ഇത് നമുക്ക് വേണ്ട. അപ്പോൾ നമുക്കിവിടെ വീണ്ടും രണ്ട് നോൺ ടെർമിനൽസ് ആ യൂണിറ്റ് പ്രൊഡക്ഷനിൽ നിന്ന് കിട്ടി. ഏതൊക്കെയാണ്? എയും ബി ബിയും. അത് നമ്മളിവിടെ എയും ബി ബിയും ചേർക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അടുത്ത യൂണിറ്റ് പ്രൊഡക്ഷൻ ഏതാണ്? ബി ടെൻസ് ടു എസ് എന്ന് പറയുന്നതാണ് അടുത്ത യൂണിറ്റ് പ്രൊഡക്ഷൻ. ബി ടെൻസ് ടു എസ്. ബി ടെൻസ് ടു എസ് വരുമ്പോൾ ബിക്ക് എസ്സിന് വരുന്ന ഒരു പ്രൊഡക്ഷൻ ഏതാണ്? ബി ബി എന്ന് പറയുന്നൊരു പ്രൊഡക്ഷനാണ്. ഇവിടെ വരുന്നതിൻ്റെ പ്രൊഡക്ഷനാണ് നോക്കുന്നത്, ബി ബി എന്ന് പറയുന്നത്. അതുപോലെ ബി ടെൻസ് ടു എസ് വരുമ്പോൾ ബിക്ക് എന്ത് പ്രൊഡക്ഷൻ വരാം? എ. എസ്സിൽ എന്തുണ്ട്? ഇതിൻ്റെ പ്രൊഡക്ഷൻ എ എന്ന് പറയുന്നൊരു പ്രൊഡക്ഷനുണ്ട്. എ എടുത്തു കഴിഞ്ഞാൽ അതിന് എക്കൊരു വാല്യൂ ഉണ്ട്, ബി. അതുപോലെ സെയിം ആ സമയത്ത് തന്നെ ബിക്ക് വേറൊരു വാല്യൂ ഉണ്ട്, ക്യാപിറ്റൽ ബി. ഇത് നമ്മൾ ഓൾറെഡി എടുത്തു, നമുക്ക് വേണ്ട. അപ്പോൾ നമ്മളിവിടെ ചേർക്കേണ്ടുന്നത് ബി ബി ബാർ ബി. ഓക്കെ, അപ്പോൾ എസ് ടെൻസ് ടു ബി ബി ബാർ ബി ബാർ എ ടെൻസ് ടു ബി ബാർ എ ബാർ ബി ബി, ബി ടെൻസ് ടു എ ബാർ ബി ബാർ ബി ബി. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന പ്രൊഡക്ഷൻസ്. ഇതാണ് നമ്മൾ യൂണിറ്റ് പ്രൊഡക്ഷൻസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ യൂസ്ലെസ് സിമ്പിൾസിൻ്റെ കേസും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ എന്ന് പറയുന്നത് എസ് ടെൻസ് ടു ബി ബി ബാർ ബി ബാർ എ. യൂസ്ലെസ്സും കൂടെ നോക്കുകയാണെങ്കിൽ, കാരണം എ ആയാലും ബി ആയാലും ഈ സെയിം പ്രൊഡക്ഷൻസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ റെപ്പിറ്റീഷൻസ് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എസ് മാത്രം യൂസ് ചെയ്താൽ മതി. ബിക്കോസ് എസ്സിൽ നിന്ന് ഒരു നോൺ ടെർമിനലും റൈറ്റ് സൈഡിൽ വരുന്നില്ല. അതുകൊണ്ട് എസ് പ്രൊഡക്ഷൻ മാത്രം. ഇത് യൂസ്ലെസ് സിമ്പിൾസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻസിൻ്റെ റിമൂവലും കൂടെ കഴിയുമ്പോഴാണ് എസ് കിട്ടുന്നത്. യൂണിറ്റ് പ്രൊഡക്ഷൻസ് കഴിഞ്ഞിട്ട് കിട്ടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ എസ് വരുന്നത് എഴുതണം, എ വരുന്നത് എഴുതണം, ബി വരുന്നത് എഴുതണം. ഈ സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് യൂണിറ്റ് പ്രൊഡക്ഷൻസ് റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, hope you understand.